ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മഹാന്മാരായ അമ്പിയാക്കളെയും അവരുടെ പ്രാർത്ഥനയെയും ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. എന്തിനേറെ സ്വഹാബികളുടെ ദുആയും പറയുന്നുണ്ട്. സ്വഹാബികൾ ചെയ്ത ദുആ പോലും ഖുർആന്റെ ആയത്തായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അനുകരിക്കാനും അതിൽ നിന്നും പഠിക്കാനും ഉണ്ട് എന്നതാണ് അതേ സംബന്ധിച്ച് നാം മനസ്സിലാക്കേണ്ട വസ്തുത. ഞാൻ ആദ്യമായൊരു ആമുഖത്തിലൊരു കഥ പറയാൻ, ചിന്തിപ്പിക്കുന്ന ഒരു സംഭവം ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥിരമായി എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ സ്നേഹസമ്പന്നമായ ഇടപഴക്കവും ഒക്കെ തന്റെ തൊഴിലാളികളോട്, തന്റെ അടിമകളോട് നിർവഹിക്കുന്ന ഒരു വലിയ മുതലാളിയെ, ഒരു യജമാനനെ ഒന്ന് സാങ്കല്പികമാണ്. തന്റെ ഭൃത്യർക്ക്, തന്റെ അടിമകൾക്ക് അല്ലെങ്കിൽ തന്റെ തൊഴിലാളികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി ചെയ്തു കൊടുക്കുന്ന ദയാലുവായ ഒരു ഉടമ, ഒരു മുതലാളി, അദ്ദേഹത്തെ സങ്കല്പിച്ചാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ രണ്ട് ആളുകൾ, അദ്ദേഹത്തിന്റെ തൊഴിലാളികളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ആനുകൂല്യം കൈപ്പറ്റുന്ന 2 പേര് വരികയാണ്. 2 പേർക്കും അദ്ദേഹത്തോട് ആവശ്യം ഉന്നയിക്കാനുണ്ട്. 2 പേരും 2 ശൈലിയാണ് സ്വീകരിക്കുന്നത്. ആവശ്യം ഉന്നയിക്കുക എന്നതിൽ 2 പേരും തുല്യരാണ്. പക്ഷെ ഈ ആവശ്യം ഉന്നയിക്കുന്ന ശൈലി രണ്ടും രണ്ടാണ്. ഒന്നാമത്തെ ആള് വന്നിട്ട് മുതലാളിയോട് അവൻ വളരെ മാന്യമായി വിനയത്തോടു കൂടെ പറഞ്ഞു, ഈ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ എന്റെ ഇന്ന ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റി തന്നത് അങ്ങാണ്. ഇപ്പോൾ എനിക്ക് ഒരു പുതിയ ആവശ്യമുണ്ട്. അങ്ങാണല്ലോ എനിക്ക് മുമ്പ് നിറവേറ്റി തന്നത്. അങ്ങല്ലാതെ മറ്റാരും എനിക്ക് നിറവേറ്റി തരാനില്ല. അങ്ങയെ കൊണ്ടേ സാധിക്കും. എനിക്ക് അങ്ങത് നിറവേറ്റി തരണം. ഇപ്പൊ വന്നിരിക്കുന്ന ആവശ്യവും എന്നെ അങ്ങ് കൈവിടരുത്. അങ്ങനെ സഹായിക്കണം. ഈ രീതിയിലാണ് ഒന്നാമത്തെ ആള് തന്റെ മുതലാളിയോട് ആവശ്യമുന്നയിച്ചത്. ഇദ്ദേഹത്തിന്റെ ഭാഷ കേട്ടപ്പോ തന്റെ തൊഴിലാളിക്ക് താൻ ചെയ്തു കൊടുത്ത സഹായങ്ങളെ അവൻ നന്ദിപൂർവ്വം അനുസ്മരിച്ചാണല്ലോ തന്റെ മുന്നിൽ വന്ന് അതെല്ലാം സമ്മതിച്ച് നിരുപാധികം തന്റെ മുന്നിൽ അതെല്ലാം തുറന്നു പറഞ്ഞു. അതോടൊപ്പം ഇനിയുള്ള ഒരു സഹായത്തിന് താൻ തന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയിൽ ആ നിഷ്കളങ്കതയുടെ മുന്നിൽ ഞാൻ സഹായിക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് ആ മുതലാളി എത്തുകയാണ്. രണ്ടാമത്തെ ആൾ വരികയാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം പറയാം. യാതൊരുവിധ മുഖവുരയുമില്ലാതെ നിരുപാധികം ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് അദ്ദേഹം. എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, നിങ്ങൾ എനിക്ക് എന്തൊരു സഹായം ചെയ്തു തരണം. ചുരുങ്ങിയ വാക്കുകളിൽ മുമ്പ് ചെയ്തു തന്നതുപോലും ഓർക്കാതെയും എടുത്ത് പറയാതെയും, മുതലാളിക്ക് മാത്രമേ അത് ചെയ്തു തരാൻ കഴിയൂ എന്ന് കൃതജ്ഞതാപൂർവം ഓർക്കാതെയും ഒക്കെ ആവശ്യം മാത്രം ചുരുങ്ങിയ വാക്കിൽ അങ്ങോട്ട് പറഞ്ഞപ്പോ സത്യത്തിൽ രണ്ടാമത് ഉന്നയിച്ചിരിക്കുന്ന ഈ ശൈലി മുതലാളിയുടെ മനസ്സിൽ മുഷിപ്പുണ്ടാക്കി. ഇത് സർവ്വസാധാരണ. ഇതിൽ ആ മുതലാളി 2 പേരിൽ ആർക്കായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഒരു ആനുകൂല്യവും ഒരു ഇടപെടലും നടത്തുക? ആർക്കായിരിക്കും? ആദ്യത്തെ ശൈലി സ്വീകരിച്ച ആൾക്കാർ അല്ലേ? മുന്നിൽ വന്നുകൊണ്ട് എന്റെ ഇന്ന ആവശ്യങ്ങളൊക്കെ ഇതുവരെ അങ്ങാണ് നിറവേറ്റി തന്നത്, ഇനി ഇപ്പൊ പുതിയൊരു ആവശ്യം വന്നിട്ടുണ്ട്, അങ്ങല്ലാതെ മറ്റാരും നിറവേറ്റി തരാനില്ല, എന്നെ അങ്ങ് കൈവിടരുത്, എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു വരുന്ന ശൈലിയോടാണ് അദ്ദേഹത്തിന്റെ മനസ്സലിയ. ഇതേ ഒരു രീതി നമ്മുടെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ അള്ളാഹുവോട് നമുക്ക് പ്രയോഗിച്ചാൽ അള്ളാഹുവിന്റെ പ്രതികരണവും ഇതുപോലെയായിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് പഠിപ്പിച്ചത് ഖുർആനും ഹദീസും. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു പ്രാർത്ഥന ഖുർആൻ പറയുന്നുണ്ട്. അവിടുന്ന് പരിശുദ്ധ ദീൻ സ്വീകരിച്ചതിന്റെ 2ാം വർഷം അള്ളാഹുവിനോട് നടത്തിയ ഒരു പ്രാർത്ഥന. ദീൻ സ്വീകരിച്ചതിന്റെ 2ാം വർഷം എന്ന് പറയുമ്പോൾ ദീനിയായ അറിവുകളെ കുറിച്ച് ഇനിയും ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് കിടക്കുന്നുണ്ട്. അറിവുകൾ സ്വായത്തമാക്കാനും അതേക്കുറിച്ച് പരിചയപ്പെടാനും ഒക്കെ. പരിശുദ്ധ ദീനിൽ വന്നതിന്റെ 2ാം വർഷം അള്ളാഹുവിനോട് നടത്തിയ ആ പ്രാർത്ഥന എത്ര പക്വതയുള്ള, 2 വർഷത്തെ ദീനി ജ്ഞാനം കൊണ്ട് അവിടുന്ന് നേടിയെടുത്ത പ്രാർത്ഥനയുടെ പക്വത ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയോട് കിടപിടിക്കും വിധം അള്ളാഹു താരതമ്യം ചെയ്തുകൊണ്ട് നുബുവത്തിന്റെ വലിപ്പം തോന്നിക്കുന്ന രീതിയിൽ തന്നെ ആ പ്രാർത്ഥനയുടെ പക്വതയെ ഖുർആൻ അവതരിപ്പിക്കുന്നതായി കാണാം. മഹാനായ സയ്യിദുന
സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന ഇതുപോലെ തന്നെ ഖുർആനിൽ മറ്റൊരിടത്തും കാണപ്പെടുന്നു. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥന എന്തായിരുന്നു? ഖുർആൻ പറയുന്നു സൂറത്തുൽ അഹ്ഖാഫിന്റെ 15-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാനാ ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവദഅത്ഹു കുർഹാൻ وحمله وفصاله 30 شهرا حتى إذا بلغ أشده وبلغ 40 سنة قال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين. മഹാനവറുകളുടെ ദുആ, അല്ലാഹുവേ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എനിക്ക് സാലിഹായ അമൽ ചെയ്യാനും എൻ്റെ മക്കളിൽ നന്മയുണ്ടാവാനും, അതാണ് ദുആ. പക്ഷേ ആ ദുആയുടെ മുൻപ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർക്കാനും നന്ദി ചെയ്യാനും നീ എന്നെ അനുഗ്രഹിക്കണേ. അല്ലാഹ് ചെയ്തത് നമുക്ക് ഓർക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹിന്റെ അനുഗ്രഹം തന്നെ വേണം. ഈ ഒരു ബോധം നമുക്കുണ്ടോ? അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമുക്ക് ഓർമ്മ വരാൻ അള്ളാഹ് അനുഗ്രഹിക്കണം. അതൊരു വേറൊരു അനുഗ്രഹമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ പ്രാർത്ഥനയും ഈ വാക്കുകൾ തന്നെയാണ്. അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുകയും തുറന്നു പറയുകയും ചെയ്ത ശേഷമാണ് ആവശ്യം ചോദിക്കുക എന്ന ശൈലി സുലൈമാൻ നബിയുടെ നുബുവത്തിന്റെ ചിഹ്നമായി ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനവറുകൾക്ക് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ ഓർക്കാണ്, അതിനെ സമ്മതിക്കാണ്, എന്നിട്ടാണ് ആവശ്യം ഉന്നയിക്കുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത പോലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഇഴജീവികളുടെയും സർവ്വജീവജാലങ്ങളുടെയും ഭാഷ അറിയാലോ. ലോകം മുഴുവൻ മശ്രിഖ് മുതൽ മഗ്രിബ് വരെ ഭരിക്കാനും എല്ലാവരുടെയും ചക്രവർത്തിയായി വാഴാനും അല്ലാഹു അവസരം കൊടുത്തു. ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു. അപ്പോഴാണ് നടന്നു പോകുന്ന വഴിയിൽ കൺമുന്നിൽ കണ്ട ഒരു ചെറിയ ഉറുമ്പ് പോലും സംവദിക്കുന്ന ശബ്ദം, ആ ചെറിയ ശബ്ദം, ചെറിയ ഭാഷ, അത് കേട്ടു. അതുപോലും മനസ്സിലാകുന്ന ഭാഷാവൈഭവം. ഇതൊരു വലിയ അനുഗ്രഹ. അധികാരിയാണ്, അധിപനാണ്. ഉറുമ്പിനോട് തിരിച്ചു പറഞ്ഞു, ഉറുമ്പിന്റെ ചെറിയ വായിലെ വലിയ വർത്തമാനത്തിന് മഹാനവറുകൾക്ക് കൗതുകം കൂറി മഹാനവറുകൾ ചിരിച്ചു പോയതാണ്. അല്ലാഹു എന്തൊരു അനുഗ്രഹമാണ് നീ എനിക്ക് ചെയ്തത്. ഉറുമ്പിന്റെ ശബ്ദവും സംസാരവും കേട്ടിട്ട് അതിനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു വലിയ പദവി എനിക്ക് കിട്ടി, രാജകീയ പദവി. ഉറുമ്പിനും ഞാൻ രാജാവ് തന്നെ. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർളാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത അതേ പ്രയോഗങ്ങൾ തന്നെ. ഈ രണ്ട് ദുആകളിലും നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ സമ്മതിക്കുകയും ആ അനുഗ്രഹങ്ങളെ തുറന്ന് പറയുകയും ചെയ്തിട്ട് നമ്മുടെ ആവശ്യം ചോദിക്കണം. പടച്ച റബ്ബേ, എനിക്ക് കഴിഞ്ഞ വർഷം കച്ചവടം നല്ലതായിരുന്നു, അൽഹംദുലില്ലാ. ചെറിയ പ്രയാസങ്ങളൊക്കെ നീ എനിക്ക് അത് എളുപ്പമാക്കി തന്നിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അതിലേറെ പ്രയാസത്തിലേക്കാണ് ഞാൻ പോകുന്നത്, എന്നെ കൊണ്ട് പറ്റൂല അല്ലാ, നീ എന്നെ സഹായിക്കണം, നീ അല്ലാതെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ കഴിഞ്ഞ വർഷം അള്ളാഹു സഹായിച്ചത് എടുത്തു പറയണം. റബ്ബേ, എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് തരക്കേടില്ല ജീവിതം. മറ്റുള്ളവർ വെച്ച് നോക്കുമ്പോ എന്റെ കടയിൽ കച്ചവടമുണ്ട്, എന്റെ മക്കള് നല്ല മക്കളാ, ഇതൊക്കെ എനിക്ക് നീ തന്നതാണല്ല. എന്നാലും ഞാൻ ചോദിക്കാണ്, പടച്ചോനെ, എന്റെ മോനൊരു പുതിയ ജോലിയും കൂടി വേണം, ഒക്കെ നീ എനിക്ക് തന്നിട്ടുണ്ട്, അതും കൂടി നീ എനിക്ക് തരണം. ഇങ്ങനെ ചോദിക്കുന്ന ഒരു ശൈലി, അള്ളാഹു തന്നതൊക്കെ തുറന്ന് പറഞ്ഞ് സമ്മതിച്ചിട്ട് ചോദിക്കണം. ഇതാ മഹാന്മാർ ചെയ്തത്.
ഇതാണ് മഹാന്മാർ ചെയ്തത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് നുബുവത്തിന്റെ 2-ാം വർഷം, മഹാനവറുകൾ ഇസ്ലാമിൽ വന്ന 2-ാം വർഷം ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ ആദ്യ കാലഘട്ടത്തിലെ ഇസ്ലാമിക ബാലപാഠങ്ങളിൽ പോലും പ്രാർത്ഥനയിൽ ഈ പക്വത മഹാനുണ്ടായിരുന്നു. ഇത് നുബുവത്തിന്റെ പക്വതയായിരുന്നു. സുലൈമാൻ നബി ചില്ലറ ആളല്ല. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചില്ലറ ആളല്ല. ആ മഹാൻ അന്ന് ചെയ്ത പ്രാർത്ഥനയോ പോലത്തെ ഒരു പ്രാർത്ഥന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അവരുടെ ആ ഒരു പൊതുവായ ശൈലിയാണ്. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലൂടെ പേരെടുത്ത് പറഞ്ഞ പ്രവാചകന്മാർക്കൊരു മഹത്വമുണ്ട്. അതുപോലെ തന്നെയാണ് 1,24,000-ഓളം വരുന്ന അമ്പിയാക്കളിൽ 4 വേദഗ്രന്ഥങ്ങൾ കിട്ടിയ 4 പേർക്കൊരു പ്രത്യേകതയുണ്ട്. ആ 4 വേദഗ്രന്ഥങ്ങളിൽ ഒരു വേദഗ്രന്ഥമായ സബൂറിന്റെ ഉടമസ്ഥത സയ്യിദന ദാവൂദ് നബി അലൈഹി സ്വലാമിനാണല്ലോ. തന്റെ പിതാവാണ്, സുലൈമാൻ നബിയുടെ പിതാവാണ്. സബൂർ എന്ന വേദഗ്രന്ഥത്തിന്റെ ഉടമയായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാനായ പക്വതയുള്ള പ്രവാചകനായ പിതാവിനെ പോലും തിരുത്തിയ മകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. അപ്പൊ അത്രയും വലിയ പക്വതയുള്ള സുലൈമാൻ നബി അന്ന് ദുആ ചെയ്തത് സുലൈമാൻ നബി തിരുത്തിയിട്ടുണ്ട്. സൂറത്തുൽ അംബിയായിലുണ്ടായത് വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹർസി ഇദാ ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗം വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹാ സുലൈമാന. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരുത്തി. അപ്പൊ അത്രയും വലിയ പക്വതയുള്ള സുലൈമാൻ നബിയുടെ ദുആ പോലും ആവർത്തിക്കും വിധമായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥനയിൽ പാലിച്ച പക്വത. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ റബ്ബ് തന്ന അനുഗ്രഹങ്ങളെ ഓർക്കലും എടുത്തു പറയലും റബ്ബിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യം ഒരു അമലായിട്ട് ഇത് പരിഗണിക്കാണ്. നമ്മൾ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറയാ, റബ്ബിന് ഇഷ്ടമുള്ളതാണ്, അതൊരു അമലായി അള്ളാഹു പരിഗണിക്കാം. അമലിന് ശേഷം നമ്മൾ ദുആ ചെയ്യുമ്പോൾ പ്രത്യേകം ഉത്തരമുണ്ട്. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയുന്നു. എല്ലാ നബിമാരിലും ഇങ്ങനെ തന്നെയാണ്. കാണാമല്ലോ, യൂസുഫ് നബിയുടെ ദുആ നോക്കിക്കോ. സൂറത്ത് യൂസുഫ് 101-ാമത്തെ ആയത്ത്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ ഹദീസ് ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, ഒരു പൊട്ടക്കിണറ്റിന്നായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലം തുടങ്ങുന്നത്. അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ട വ്യക്തിത്വമാണ് ഞാൻ. പിന്നീട് കൊട്ടാരത്തിലെത്തി, പിന്നീട് ഞാൻ ജയിലിലെത്തി. ഇപ്പൊ എനിക്ക് നീ അധികാരം തന്നു. രാജ്യത്തിന്റെ അധികാരത്തിൽ നിർണായകമായ ഒരു കസേര തന്നെയാണ് എനിക്ക് തന്നിരിക്കുന്നത്. സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള അറിവും അതിനുള്ള മികവും എനിക്ക് നീ നൽകി. ആകാശങ്ങളെയും ഭൂമിയെയും നീ വിചിത്രമായി തന്നെ പടച്ചു. അള്ളാഹുവിന്റെ കഴിവിനെയും അവന്റെ അനുഗ്രഹങ്ങളെയും തുറന്നങ്ങോട്ട് പറയാം, അങ്ങോട്ട് അംഗീകരിക്കാം. എന്നിട്ടോ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് സംരക്ഷണം നൽകാൻ നീ മാത്രമാണുള്ളത്. ആവശ്യം പറഞ്ഞിട്ടില്ല കേട്ടോ, ആവശ്യം പറയാൻ പോവാ. ഇത്രയും റബ്ബിനെ കുറിച്ച് പ്രകീർത്തിച്ചു. ഒരു ആയത്തിൽ നടക്കുന്ന അത്ഭുതമാണ് ഈ പറയുന്നത്. റബ്ബിന്റെ അനുഗ്രഹങ്ങളെ സംബന്ധിച്ചു, തുറന്നു പറഞ്ഞു. ഇനി ആവശ്യം പറയാം. തവഫനി മുസ്ലിമ, ഒറ്റ ആവശ്യമുള്ളൂ, എനിക്ക് മുസ്ലിമായി മരിച്ച് സ്വാലിഹീങ്ങളുടെ കൂടെ പോയി ഖബർ ഒരുങ്ങണം, സ്വാലിഹീങ്ങളുടെ ഖബറിടത്തിലെത്തണം. ഈ ആവശ്യം പറയാനായിട്ട് അള്ളാന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാം. അമ്പിയാക്കളും അവരുടെ സ്വഹാബികളും ഇതൊക്കെ ചെയ്തതാണ്. നീ നോക്കിക്കോ, പുന്നാര നിബിതങ്ങൾ വസിയ്യത്ത് എന്ന പ്രാധാന്യത്തിൽ തന്നെ പ്രിയ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശം നോക്കിക്കോ. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപദേശമല്ല, മരിക്കുന്നതിന് മുന്നേ കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു വാഗ്ദാനം പോലെ. ആ ഒരു പ്രാധാന്യമാണ് വസിയ്യത്തിനുള്ളത്. മരണത്തോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യമാണ് വസിയ്യത്ത്. വസിയ്യത്തിന് അത്ര പ്രാധാന്യമുണ്ട്, ഒരു സാധാരണ ഉപദേശമല്ല. വസിയ്യത്ത് എന്ന പ്രാധാന്യത്തിൽ തന്നെ പ്രിയ ശിഷ്യന് ഉപദേശം കൊടുക്കാണ് മുഹമ്മദ് റസൂൽ. അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഹബീബായ നബി തങ്ങൾ കൈയങ്ങ് പിടിച്ചു. വസിയ്യത്തിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കുന്ന ഉപദേശത്തിന്
വലിയ ഗൗരവമുണ്ട്. ഇനി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു എന്ന ഉപദേശം സ്വീകരിക്കാൻ പോകുന്ന പ്രിയ ശിഷ്യന്റെ കയ്യിലങ്ങ് പിടിച്ചു. സ്നേഹത്തോടെ കൂടെ ചേർത്ത് പിടിച്ചിട്ട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, യാ മുആദ് വല്ലാഹി ഇന്നി ലൗഹിബ്ബുക, അല്ലാഹനെ തന്നെയാണ് സത്യം മുആദേ, എനിക്ക് നിന്നെ ഇഷ്ടമാ മുആദേ. ഒരു വട്ടമല്ല 2 വട്ടം പറഞ്ഞു അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 2 വട്ടം ഒരാളോട് ഇതുപോലെ ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ ആ സ്വഹാബി എത്ര ഭാഗ്യം ചെയ്ത സ്വഹാബിയ. നിന്നെ എനിക്ക് ഇഷ്ടമാണ് മുആദേ. വസിയ്യത്തിന്റെ പ്രാധാന്യത്തിൽ കൊടുക്കുന്ന ഉപദേശം അണച്ചു പിടിച്ച് കൈക്ക് കോർത്ത് പിടിച്ചിട്ട് പറയുന്നു. അപ്പൊ ഇനിയുള്ള ആ കാര്യത്തിന്റെ ഗൗരവം നോക്കിക്കോ. أوصيك يا معاذ لا تدعن في دبر كل صلاة تقول اللهم أعني على ذكرك وشكرك وحسن عبادتك. എല്ലാ നിസ്കാര ശേഷവും നീ ഈ പറയുന്ന ദുആ ഒഴിവാക്കല്ല മോനെ. ഏത് ദുആയാണത്? اللهم أعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك. റബ്ബേ, നിന്റെ സ്മരണ എന്നിലുണ്ടാവാൻ, നിന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ, നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ എനിക്ക് അവസരം തരണേ. ഈ ദുആ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക വതൗഫീഖ് ത്വാഅതിക എന്ന് തുടങ്ങുന്ന ദുആ. ഈ രീതിയിലുള്ള ദുആ നീ ചെയ്യണം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് ഈ ദുആ ഒരു വസിയത്തായി ഏൽപ്പിക്കാം. അള്ളാന്റെ അനുഗ്രഹങ്ങളെ ഓർത്തിട്ട് ആ അനുഗ്രഹങ്ങൾ റബ്ബിനോട് തുറന്നു പറയണം. റബ്ബിന് വലിയ ഇഷ്ടം. പടച്ചോനെ അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ കൊല്ലം ഞാൻ വെറുതെ നടന്നു പോയ എനിക്ക് ഈ കൊല്ലമായപ്പോഴേക്കും ഒരു വാഹനം വാങ്ങാൻ പറ്റിയില്ല. അല്ലാഹ് അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ കൊല്ലം എൻ്റെ മോളെ എങ്ങനെ കെട്ടിക്കൂന്ന് ഓർത്തിരിക്കുമ്പോഴാണ് പടച്ചോനെ നീ അത് എനിക്ക് നിറവേറ്റി തന്നില്ല. അല്ലാഹ് അൽഹംദുലില്ലാഹ്. ദുആ എടുക്കണ കൂട്ടത്തിൽ ഇതൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് കയറ്റി വിടുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പൊ ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ഇന്ന് ചെയ്താൽ നാളെ കിട്ടും. ആ രീതിയിൽ ദിവസങ്ങൾക്കുള്ളിൽ, മണിക്കൂറുകൾക്കുള്ളിൽ ദുആന്റെ ഉത്തരം. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കൊടുത്ത ഈ ഉപദേശം മഹാനവറുകളിൽ നിന്നും ഈ ഉപദേശം സ്വീകരിച്ച സ്വഹാബിക്ക് ഇതുപോലെ തന്നെ പറഞ്ഞു കൊടുത്ത് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. ഈ രീതിയിലാണ് മഹാന്മാർ ദുആഇന്റെ ഈ പക്വതയെ വരും തലമുറയ്ക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തത്. ആ രീതിയിൽ നമുക്കും ഇത് ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാന്മാരായ സ്വഹാബത്തിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും ഖുർആനും ഹദീസും നമുക്ക് പഠിപ്പിച്ചു തന്ന ഈ പക്വത. ഇനി കേട്ടോ മറ്റൊരു കാര്യം, സാധാരണ നമ്മൾ ദുആഇന്റെ അവസരങ്ങളിലൊക്കെ മറ്റുള്ളവർക്ക് ദുആ ചെയ്യുന്നത് കേട്ടാൽ ഒരു അലസതയോടുകൂടി ആമീൻ പറയും. വേറെ ഉള്ളവർക്കും വേണ്ടി ദ്വാരക്കാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും, തല മാന്തും, മൊബൈൽ സൈലന്റ് ആക്കലൊക്കെ ആ സമയത്താണ്. വല്ലോനും വേണ്ടി ദ്വാരക്കണ നേരത്തായിരിക്കും എന്ത് നമ്മൾ അത് അത്ര അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കാറില്ല. വല്ലവർക്കും വേണ്ടി ദ്വാരക്കെന്ന് കേട്ട നല്ല ആത്മാർത്ഥമായിട്ട് ആമീൻ പറഞ്ഞോളൂ. കാരണം ആ ചെയ്യുന്ന കാര്യം നിന്റെ ജീവിതത്തിനും കൂടി അള്ളാഹു ഒരു കാവലാക്കി തരും. അങ്ങനെയാണ് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ടൊരു ഹദീസ്. മഹാനായ സഫ്വാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവർകൾ ഷാമിൽ ചെന്നപ്പോൾ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഉമ്മുദ്ദർദാ റളിയല്ലാഹു അൻഹ അവിടെയുണ്ട്, അബൂദർദാന്റെ ഭാര്യ. മഹദി അവർകൾ ചോദിച്ചു, ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. അങ്ങനെ കുശല അന്വേഷണ സംസാരങ്ങൾക്കൊക്കെ ശേഷം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അവിടെ ചർച്ച ചെയ്യാണ്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിലുണ്ട് ഈ സംഭവം. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅആ ലിഅഖീഹി ബിഖൈരിൻ ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ടവൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഹദീസ് കേട്ടോ. സഫ്വാൻ തങ്ങൾ പറയാ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു മഹത്തായ വചനം. എന്താണ്? അസാന്നിധ്യത്തിൽ തന്റെ സഹോദരന് വേണ്ടി ചെയ്യുന്ന ദുആഇന് അല്ലാഹു പെട്ടെന്ന് ഉത്തരം നൽകും. ആ സമയത്ത് അസാന്നിധ്യത്തിലുള്ള തന്റെ സഹോദരന് വേണ്ടി അല്ലെങ്കിൽ അപരന് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആമീൻ പറയുമ്പോൾ നമ്മുടെ ഇഖ്ലാസ് അനുസരിച്ച് നമ്മുടെ മുതുകിന്റെ മുകളിൽ ഒരു മലക്ക് എഴുന്നേൽക്കുന്നുണ്ട്. എഴുന്നേറ്റ് നിൽക്കുന്ന മലക്ക് അല്ലാഹുവോട് അതേ ആവശ്യത്തിൽ നമുക്കായി ദുആ ചെയ്യുന്നു. മറ്റു മലക്കുകൾ ആമീൻ പറയുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ദുആ ചെറിയ കാര്യമല്ല, വലിയ പ്രാധാന്യമുണ്ട്. വലിയ പ്രാധാന്യം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്.
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ അറിവിലും ഞങ്ങളുടെ അമലിലും ഒക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങളുടെ ദുആകൾക്കൊക്കെ നീ ഇജാബത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ പറഞ്ഞ കേട്ട അറിവ് കൊണ്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ നേട്ടം തരണേ അല്ലാഹ്. അന്ത്യം നന്നായി മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.